ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ വിഷൻ ചാനലിലൂടെ തത്സമയ സംപ്രേഷണം നമ്മുടെ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ. അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ഇപ്പം എൻ്റെ സ്റ്റുഡിയോയിൽ നമ്മുടെ കണ്ണൂർ വിഷൻ്റെ തത്സമയ സ്റ്റുഡിയോയിൽ നിൽക്കുന്നത് ഒരു 6 ചിത്രശലഭങ്ങളാണ്, അല്ലെങ്കിൽ 6 പൂന്തോട്ടത്തിലെ പുഷ്പങ്ങളാണ്. ചിരി തൂകി നിൽക്കുന്ന 6 പുഷ്പങ്ങൾ. അതായത് നമ്മുടെ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ UP സെക്ഷനിൽ ദേശഭക്തി ഗാനത്തിൽ A ഗ്രേഡ് 1ാം സ്ഥാനം നേടിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ്. അവരൊക്കെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ചോദിച്ചു നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്, ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. ബാക്കിയൊന്നും പറയേണ്ട ആവശ്യമില്ല അല്ലേ? ഹലോ 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 ഹാപ്പി അല്ലേ? ഓക്കെ, ആദ്യം സ്കൂളിന്റെ പേര് പറയൂ. ഞങ്ങളുടെ സ്കൂളിന്റെ പേര് സെന്റ് മേരീസ് ഹൈസ്കൂൾ ഫോർ ഗേൾസ് പയ്യന്നൂർ. സെന്റ് മേരീസ് ഹൈസ്കൂൾ ഫോർ ഗേൾസ് പയ്യന്നൂർ. ഹൈസ്കൂൾ ഫോർ ഗേൾസ് പയ്യന്നൂർ. പയ്യന്നൂർ. ഓക്കെ, എങ്ങനെയുണ്ട് കാര്യങ്ങൾ? നല്ല കാര്യങ്ങൾ, നല്ല അടിപൊളിയായിട്ട്. അപ്പൊ ആദ്യം ഓരോ പേരൊന്ന് പറഞ്ഞേ. എന്റെ പേര് ഇഷ രജീഷ്. ഞാൻ സെന്റ് മേരീസ് ഹൈസ്കൂൾ ഫോർ ഗേൾസിൽ 6th പഠിക്കുന്നു. ഓക്കെ. ഞാൻ പല്ലവി രതീഷ്. ഞാൻ 5th പഠിക്കുന്നത്. ഓക്കെ. ഞാൻ ജാൻവി ഷൈജു. ഞാൻ 6th. ഓക്കെ. എന്റെ പേര് മയൂക. ഞാൻ 5th പഠിക്കുന്നു. ഓക്കെ. എന്റെ പേര് അമയ. ഞാൻ 7th പഠിക്കുന്നു. മേഡം പറയൂ. എന്റെ പേര് തേജസ്വിനി. ഞാൻ 5th പഠിക്കുന്നു. ഓക്കെ. അപ്പൊ ഇത് നമ്മള് ദേശഭക്തി ഗാനത്തില് A ഗ്രേഡ് 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് മത്സരത്തെ പറ്റി ആദ്യം പറയാം. എങ്ങനെ നിങ്ങൾ എല്ലാവരും എല്ലാം പിന്നെ ടീമിന്റെയും പ്രോഗ്രാം കണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? നല്ല ടൈറ്റ് ആയിട്ടുള്ള മത്സരമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്നത്. സായി ഉണ്ടല്ലോ. അതായത് നമ്മുടെ ഏഷ്യാന്റെ ചാനലിന്റെ നമ്മുടെ എന്താ പറയാ വിന്നർ ആയിട്ടുള്ളതാണ് സായി പല്ലവി എന്ന് പറഞ്ഞത്. സായി പല്ലവി, സോറി പേര് പല്ലവി സായി രതീഷ് എന്ന് പറയാം. നമ്മുടെ ഒരു സിനിമ സായി എന്താണ് സായി പല്ലവി, എന്തോ ഒരു പല്ലവിയുടെ ഒരു കളി എനിക്കുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ പിന്നെ ഏഷ്യാനെറ്റിന്റെ മെയിൻ താരമാണ് ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹത്തിന്റെ അച്ഛൻ നമ്മുടെ രതീഷ് ഭായ്, അതായത് മ്യൂസിക് ഡയറക്ടറും ഗായകനും ഒക്കെയാണ്. അദ്ദേഹം തൊട്ടിവിടെ. ഹലോ, നമസ്കാരം. കൂടെ അമ്മയും വേറെ ആർക്കുള്ളേ? ഞാൻ എന്റെ അച്ഛനും അമ്മയും. പിന്നെ നിങ്ങളുടെ എല്ലാവരും അല്ലേ? പേരൻസ്. ആരാണ് നിങ്ങളൊരു ഈ ഒരു പിന്നെ ദേശഭക്തി പഠിപ്പിച്ചാരാണ്? കുറെ ആൾക്കാർ. ഞങ്ങളുടെ കുറെ ആളുകൂടി പാടി, പക്ഷെ പഠിപ്പിച്ചെത്ര പേരാ? അതായത് ഞങ്ങളുടെ സ്കൂളിലത്തെ ടീച്ചേഴ്സും മാഷുമാരും നാട്ടുകാരും പഠിപ്പിച്ചാണ്. നാട്ടുകാരില്ല. അപ്പൊ എത്ര പിന്നെ അധ്യാപികമാര്? ഞങ്ങളുടെ തുളസി ടീച്ചർ ഞങ്ങളുടെ സ്കൂളിലത്തെ ടീച്ചറാണ്. ജോയ് മാഷ്, സുദീപ് മാഷ്, സന്തോഷ് മാഷ്. പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ ഫസ്റ്റ് ഇതിന് ഗ്രൂപ്പ് സോങ്ങിനും ദേശഭക്തി ഗാനത്തിനൊക്കെ ഫസ്റ്റ് A ഗ്രേഡ് കിട്ടിയ ചേച്ചിമാരും എല്ലാവരും കൂടിയിട്ട് പഠിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ട്. അവളുടെ പേര് അദ്രിജ എന്നാണ്. അവള് ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ഇപ്പൊ പോയിരിക്കും. പല്ലവിയാണ് നമ്മുടെ ഇതിന്റെ പിന്നെ ഇത് മെയിൻ താരം. അങ്ങനെ ചോദിച്ചാ ഇത് പിന്നെ ലീഡ് ചെയ്ത് പാടുന്നവരാണ് ഞാൻ നിങ്ങൾ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പം നമുക്ക് ആദ്യം കൂടുതൽ കാര്യം നമുക്ക് നിങ്ങളിപ്പം പാടി ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്ന ആ ദേശഭക്തി ഗാനത്തിന്റെ കുറച്ച് വരികൾ ഒന്ന് പാടാം. നേരെ ക്യാമറയിൽ പോകും. ഓക്കെ. റെഡി? 1 2 3 സ്റ്റാർട്ട്. ശ്രുതി വരുന്നുണ്ട്. വന്ദേ മാതര ഭാരതം, വന്ദേ ജയ ജയ ഭാരതം, വന്ദേ പുണ്യഭുവനം, വന്ദേഹം മാതൃഭാരതം, വന്ദേഹം മാതൃഭാരതം. അലകടലുകൾ ഒരുമയോടെ ഉയരെ ഉയരെ കൈകൾ കോർക്കുമീ ഭാരതം ഭാരതം. ഹിമഗിരിയുടെ കൊടുമുടികളിൽ അരുണ കിരണമായി ഉദിക്കുമീ ഭാരതം ഭാരതം. ഗീത കുറിച്ച മണ്ണ്, മുനിവേദമായ മണ്ണ്, ബാപ്പു പിറന്ന മണ്ണ്, ഇതിഹാസമായ മണ്ണ്. കൈകൾ കൂപ്പി ഞങ്ങൾ ചൊല്ലിടാം സാദരം വന്ദനം, സാദരം വന്ദനം. ശരിക്കും പറഞ്ഞാല് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ഒന്ന് സല്യൂട്ട് ചെയ്യാൻ വേണ്ടി തോന്നുക.
കാരണം അത്രയും മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് എല്ലാവരും. അപ്പം എല്ലാവരും സംഗീതം പഠിക്കുന്ന കുട്ടികളല്ലേ അല്ലേ? എല്ലാവരും സംഗീതം പഠിക്കുന്നുണ്ട്. വേറെ ഏതെങ്കിലും ചാനലൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? മുല്ലപ്പൂമ്പൊടി കെട്ടിവിടക്കും കല്ലിനുമുണ്ടാം. കേട്ടിട്ടില്ല? മുല്ലപ്പൂമ്പൊടി, അത് മുല്ലപ്പൂ ഇങ്ങനെ മുല്ലപ്പൂ ഏതെങ്കിലും കല്ലിന് തട്ടിക്കഴിഞ്ഞാൽ ആ കല്ലിന് മുല്ലപ്പൂവിന്റെ സൗരഭ്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ് അല്ലേ? അല്ലേ? അപ്പൊ നമുക്ക് ഒരു പാട്ടോ ഏതെങ്കിലും സിനിമയിൽ രണ്ടുപേര് പാട്ട് പാടോ? ഏതെങ്കിലും പാട്ട് ഒന്ന് പഠിക്കാം. ബിയിലാ പാടുന്നേ? ബിയിലല്ലേ? 6th ബിയിലാണോ പഠിക്കുന്നത്? 5th B. ബിയിലല്ലേ? എനിക്കറിയാം. ഓക്കെ. വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ നിന്റെ വിരുന്നുകാരൻ. അടിപൊളി. ഒറ്റ കാര്യമാണ് ഈ പാട്ട് കേട്ടോ മനസ്സിലാക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും എവിടെയെങ്കിലും എന്തിനെങ്കിലും വിളിച്ചാൽ പോകാതിരിക്കാൻ പാടില്ല. അപ്പൊ പോയിക്കോണം. കാരണം പരാതി ഉണ്ടാവില്ല വിളിച്ചിട്ട് വന്നില്ല അല്ലേ? അന്ന് ആ പാട്ടിന്റെ വരികയാണല്ലോ വിളിച്ചിട്ട് പോകാത്തുള്ള പ്രശ്നം ഉണ്ടായത്. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ടീം ഇപ്പം നമ്മള് ഒരു കുട്ടി കൂടെ ഉണ്ടായിരുന്നല്ലോ, 7ാമത്തെ കുട്ടി. അഗ്രജനോ? അദ്ര കാക്കാ കീക്കി എന്ന് പറഞ്ഞ അദ്രിജി. വള്ളി മാറ്റിക്കള. അദ്രജ. അദ്രിജ എന്തോ ചില പേരിന്റെ പ്രശ്നം. പണ്ടുള്ള പേര് മീനാക്ഷി എന്നൊക്കെ കൂടി എന്തല്ല പേര്. അപ്പം അദ്രിജ. അപ്പം അദ്രിജയോട് കൂടി നമ്മുടെ അന്വേഷണം അറിയിക്കുക. അപ്പൊ എന്തായാലും ഇനി വിജയത്തിന്റെ പടവുകൾ മാത്രം, പുറകോട്ട് നോക്കാൻ പാടില്ല, ഉയർന്നു വരുന്ന മുന്നോട്ടേക്ക്. എല്ലാവരും വലിയ വലിയ ഗായികമാരാവട്ടെ, അതുപോലെ തന്നെ പഠനത്തിലും ഉയർന്ന നിലയിൽ എത്തിച്ചേരട്ടെന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അപ്പൊ വീണ്ടും കാണാം. അടിച്ചുപൊളി. ഓൾ ദ ബെസ്റ്റ്. എങ്ങനെ? ഓൾ ദ ബെസ്റ്റ്.